ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ മോഡ്യൂൾ 6-ൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമ്മുടെ മോഡ്യൂളിൻ്റെ പേര് പോളിമേഴ്സ് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടു. ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ഒറിജിൻ, പിന്നെ ബേസ്ഡ് ഓൺ മോളിക്കുലാർ ഫോഴ്സസ്, പിന്നെ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പോളിമറൈസേഷനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നമ്മൾ ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് പോളിമേഴ്സ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പോളിമറൈസേഷനിൽ അഡീഷൻ പോളിമറൈസേഷനും കണ്ടൻസേഷൻ പോളിമറൈസേഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നിട്ട് കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പോളിയെസ്റ്റേഴ്സും പോളിയമൈഡ്സും എന്ന് നമ്മൾ പറഞ്ഞു. പോളിയെസ്റ്ററിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. അപ്പം നമുക്ക് ഇനി ഈ കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കണ്ടൻസേഷൻ പോളിമേഴ്സിൻ്റെ കണ്ടിന്യൂവേഷൻ. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ കോമ്പിനേഷൻ ഓഫ് മോണോമേഴ്സ് വിത്ത് ദ എലിമിനേഷൻ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ് സച്ച് ആസ് വാട്ടർ, അമോണിയ ഓർ ആൽക്കഹോൾ. രണ്ട് മോണോമേഴ്സ് ജോയിൻ ചെയ്ത് ഒരു സിമ്പിൾ മോളിക്യൂളെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ എന്നും പറയും. ഈ പോളിമറൈസേഷൻ അണ്ടർഗോ ചെയ്യുന്ന മോണോമേഴ്സിൽ ബൈ ഫങ്ഷണൽ അല്ലെങ്കിൽ മൾട്ടി ഫങ്ഷണൽ മോണോമേഴ്സ് ആയിരിക്കും. ബൈ ഫങ്ഷണൽ എന്ന് വെച്ചാൽ ഒന്നിലധികം രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു ഡൈകാർബോക്സിലിക് ആസിഡ്സും ഡയോൾസും. രണ്ട് OH ഗ്രൂപ്പുള്ള ആൽക്കഹോൾസിനെയാണ് ഡയോൾസ് എന്ന് പറയുന്നത്. ഡയോൾസും ഒക്കെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, പോളിയെസ്റ്റേഴ്സും പോളിയമൈഡ്സും ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് നമ്മൾ കണ്ടു. പോളിയെസ്റ്റേഴ്സ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ആൽക്കഹോൾസ്. അപ്പോൾ ബൈ ഫങ്ഷണൽ ആയതുകൊണ്ട് അതിനെ ഡയോൾസ് എന്ന് പറയും. ആൻഡ് ഡൈകാർബോക്സിലിക് ആസിഡ്സ്, അതും അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആകാം. ഓക്കെ, ഡൈകാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവ് വെച്ചിട്ടും എസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് പോളിയെസ്റ്റേഴ്സ് ഫോം ചെയ്യാം. എക്സാമ്പിൾ നമ്മൾ കണ്ടത് ടെറിലിൻ ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ വിത്ത് ഡൈമീഥൈൽ ടെറാഫ്തലേറ്റ്. ഡൈകാർബോക്സിലിക് ആസിഡ് ആയിട്ടുള്ള എത്തിലീൻ ഡൈക്കോളും അല്ലെങ്കിൽ അതിന് ഡൈമെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഡൈമെത്തിലീൻ? രണ്ട് CH2 ഗ്രൂപ്പ്. CH2 ഗ്രൂപ്പിനെയാണ് മെത്തിലീൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് CH2 ഗ്രൂപ്പ് ഉള്ളപ്പോൾ ഡൈമെത്തിലീൻ. രണ്ട് CH2 ഗ്രൂപ്പ് ഉള്ളതിനെയാണ് നമ്മൾ ഈഥൈൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എത്തിലീൻ ഗ്ലൈക്കോൾ അതല്ലെങ്കിൽ ഡൈമെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡൈമെത്തിലീൻ ഗ്ലൈക്കോളും ഡൈമീഥൈൽ ടെറാഫ്താലേറ്റ്. ഓക്കെ, ഡൈമീഥൈൽ ടെറാഫ്തലേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇക്വേഷനൊക്കെ എഴുതി പഠിച്ചായിരുന്നു. എന്നിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത് ടെറിലിൻ. ഓക്കെ, ടെറിലിൻ ഒരു പോളി എസ്റ്ററാണ്. ഓക്കെ, ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്ന എന്താണ്? ഒരു ചെറിയ മോളിക്യൂളാണ്. ഏതാണ്? മെത്തനോൾ. CH3OH ആണ് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോളി അമൈഡ്സ് കണ്ടു. പോളിയമൈഡ്സ് ആർ ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ റിയാക്ഷൻ ബിറ്റ്വീൻ ഡൈഅമീൻസ് ആൻഡ് ഡൈകാർബോക്സിലിക് ആസിഡ്സ്. അമീനും കാർബോക്സിലിക് ആസിഡും കൂടെ കണ്ടൻസ് ചെയ്തുണ്ടാകുന്ന സാധനത്തിനെയാണ് അമൈഡ് എന്ന് പറയുന്നത്. അപ്പം ഡൈഅമീനും ഡൈകാർബോക്സിലിക് ആസിഡും കൂടെ കണ്ടൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പോളി അമൈഡ്സ് ആണ്. എക്സാമ്പിൾ നൈലോൺ 6, അതിന് വേറൊരു പേര് പെർലോൺ എന്നാണ്. ആൻഡ് നൈലോൺ 66. ഓക്കെ, നമ്മൾ നൈലോൺ 66ൻ്റെ പ്രിപ്പറേഷൻ കണ്ടായിരുന്നു. നൈലോൺ 66 എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 6 കാർബൺ ആറ്റംസ് ഉള്ള മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് നൈലോൺ 66 ഉണ്ടാകുന്നത്. ഹെക്സാമെത്തിലീൻ ഡൈയമീനും 6 കാർബൺ ആറ്റം ഉള്ള ഹെക്സാമെത്തിലീൻ ഡൈയമീനും അഡിപ്പിക് ആസിഡ് 4 2 6 കാർബൺ ആറ്റംസ് ഉള്ള അഡിപ്പിക് ആസിഡും കൂടി കണ്ടൻസ് ചെയ്തിട്ടാണ് നമുക്ക് നൈലോൺ 66 ഉണ്ടാകുന്നത്. നൈലോൺ 66ൻ്റെ ഫോർമുല ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്നത് എന്തുവാണ്? വാട്ടറാണ്. H2O ആണ് ഇതിനകത്ത് എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ നൈലോൺ 66 അതുപോലെ തന്നെ ഉള്ളതാണ് നൈലോൺ 6. അത് പെർലോൺ ആണ്. പെർലോൺ L എന്നാണ് അതിന് വേറൊരു പേര്. പെർലോൺ L കാപ്രോലാക്റ്റം ഹീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നൈലോൺ 6ൻ്റെ ഫോർമേഷനാണ്. ഹീറ്റിംഗ് കാപ്രോലാക്റ്റം അറ്റ് 270 degrees Celsius വിൽ ഗീവ് പോളിയമൈഡ്. ഈ കാപ്രോലാക്റ്റം എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ 6 കാർബൺ 1 2 3 4 5 1 2 3 4 5 6 കാർബൺ ആറ്റംസ് ഉള്ള കാപ്രോലാക്റ്റം ഹീറ്റ് ചെയ്ത്, ഇപ്പോൾ ഒരു കാപ്രോലാക്റ്റം അല്ല കുറേ കാപ്രോലാക്റ്റം മോളിക്യൂൾസ് പോളിമറൈസ് ചെയ്തിട്ടാണ് ഈ നൈലോൺ 6
ഉണ്ടാകുന്നത്. ഓക്കെ, നൈലോൺ 6 ഈസ് എ പോളി അമൈഡ്. അതുകൊണ്ട് അതിനെ പോളിയമൈഡ് 6 എന്നും പറയാറുണ്ട്. അപ്പം ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് രണ്ടുമാണ് പോളിയമൈഡ്സിന് എക്സാമ്പിൾസ്. നൈലോൺ 6 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ നൈലോണും നൈലോൺ 66ഉം സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. ഈ നൈലോൺ 66 was developed as a synthetic fiber for the production of stockings and other wearing apparel. പിന്നെ സോക്സ് പോലത്തെ നീളമുള്ള സോക്സിനെയാണ് സ്റ്റോക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വലിച്ചു നീട്ടാൻ പറ്റുന്ന സ്റ്റോക്കിങ്സും അതുപോലത്തെ വെയറിങ് അപ്പാരലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നൈലോൺ 66 ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ it is used to make fibers for clothing and carpenting, filaments for fishing lines and ropes, bristles for brushes, and molded objects such as gears and bearings. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. എന്തൊക്കെയാണ്? It is used to make fibers for clothing and carpenting, filaments for fishing lines and ropes. അപ്പം നമ്മുടെ ഈ മീൻ പിടിക്കുന്ന ആ ചൂണ്ടയുടെ ഫിഷിംഗ് ലൈൻ, ആ ചൂണ്ടയിൽ കൊരുക്കുന്ന നൂല് ഉണ്ടാക്കുന്നത് നൈലോൺ വെച്ചിട്ടാണ്. പിന്നെ ബ്രിസിൽസ് ഫോർ ബ്രഷസ്, ബ്രഷിലെ ഈ പല്ല് തേക്കുന്ന ബ്രഷ്, പിന്നെ നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷുകൾ, ആ ബ്രഷിൻ്റെ എല്ലാം ബ്രിസിൽസ് ഉണ്ടാക്കാനായിട്ട് നൈലോൺ 66 ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഗിയേഴ്സ് ആൻഡ് ബെയറിങ്സ്, അപ്പം ഇതുപോലത്തെ മെഷീൻ പാർട്സ് ഉണ്ടാക്കാനും നൈലോൺ 66 ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നൈലോൺ 66ൻ്റെ യൂസസ്. ഈ നൈലോൺ 6 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹോയ്സറി യാൺ ഫൈബർ, കാർപ്പറ്റ്സ്, റോപ്സ്, നെറ്റ്സ്, ബെൽസ് ആൻഡ് ടയർ കോഡ്. അപ്പം ഇതിനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നൈലോൺ 6. അപ്പം നൈലോൺ 6 യാൺ ഫൈബേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, യാൺ ഫൈബർ ഉണ്ടാക്കാനും കാർപ്പറ്റിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആണല്ലോ ഈ കാർപ്പറ്റിൻ്റെയൊക്കെ ബ്രിസിൽസ്, അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ ബ്രഷിലൊന്നല്ല യൂസ് ചെയ്യുന്നത്, കാർപ്പറ്റിൽ നെറ്റുകൾ ഉണ്ടാക്കുമല്ലോ, ഈ ഫിഷിംഗ് നെറ്റ് ഉണ്ടാക്കാനും ബെൽറ്റ്, ടയർ കോഡ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ സാധാരണഗതിയിൽ നൈലോൺ 6 യൂസ് ചെയ്യുന്നത്.